ഇന്ത്യക്ക് സമീപം പുതിയ രാജ്യം വരുമോ? അരാക്കൻ സൈന്യം ഏഷ്യ ഭൂപടം മാറ്റാൻ ലക്ഷ്യമിടുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അത് എങ്ങനെ ബാധിക്കും? മ്യാൻമറിലെ തീവ്രമായ സംഘർഷത്തിനിടയിൽ ത്രീ അലയൻസ് ബ്രദർഹുഡിന്റെ പ്രമുഖ വിമത വിഭാഗമായ അരക്കൻ ആർമി രാഖൈൻ പ്രവിശ്യയുടെ നിയന്ത്രണം വിജയകരമായി പിടിച്ചെടുത്തിരുന്നു. രാഖൈനിലെ തേരാവാദ ബുദ്ധമതക്കാരാണ് ഈ അരക്കൻ ആർമി സംഘടനയിലുള്ളത്. 271 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണമാണ് ഇവർ ഇപ്പോൾ നേടിയിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകളെ സ്വാധീനിച്ചേക്കാവുന്ന സംഭവങ്ങളുടെ ഒരു സുപ്രധാന വഴിത്തിരിവ് കൂടിയാണിത്. കഴിഞ്ഞ 4 വർഷമായി സൈനിക ഭരണകൂടത്തിനെതിരെ നിരന്തരമായി പോരാടുന്ന അരാക്കൻ സൈന്യം സ്വാതന്ത്ര്യം നേടുന്നതിന് അടുത്തു വരികയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം മ്യാൻമറിന്റെ അരാക്കൻ സൈന്യം റഖൈൻ സംസ്ഥാനത്തെ 18 പ്രവിശ്യകളിൽ 15 എണ്ണം ഇതിനോടകം പിടിച്ചെടുത്തു കഴിഞ്ഞു. കൂടുതൽ പിടിച്ചെടുക്കാൻ മുന്നോട്ട് പോവുകയുമാണ്. റഖൈന്റെ സ്വാതന്ത്ര്യമാണ് അരാക്കൻ സൈന്യത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. അരാക്കൻ സൈന്യത്തിന് റഖൈൻ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ സാധിച്ചാൽ 1971 ബംഗ്ലാദേശ് രൂപീകരണത്തിന് ശേഷം വിഘടനവാദികൾ സ്വന്തം നിലയിൽ രാജ്യം രൂപീകരിക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യ സംഭവമായിരിക്കും ഇത്. അരാക്കൻ സൈന്യത്തിന്റെ ഈ കുതിപ്പ് മ്യാൻമർ ഭരിക്കുന്ന സൈനിക ഭരണകൂടത്തിന് കാര്യമായ തിരിച്ചടിയാണ് എന്ന് വ്യക്തമാണ്. അരാക്കൻ സൈന്യത്തിന്റെ ഉയർച്ച ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മ്യാൻമറിൽ നിലനിൽക്കുന്ന സംഘർഷം ഇരു രാജ്യങ്ങൾക്കും വലിയ ആശങ്കയുമാണ്. നേരത്തെ 2021 മ്യാൻമറിലെ സുകി സർക്കാരിനെ അട്ടിമറിക്കുകയും സൈനിക ഭരണകൂടമാണ് പിന്നീട് ഇങ്ങോട്ട് രാജ്യം ഭരിക്കുന്നത്. കാലങ്ങളായി തുടരുന്ന പോരാട്ടത്തിൽ അരാക്കൻ സൈന്യം 2024 അവസാനം മ്യാൻമറിലെ ആൻ മേഖല പിടിച്ചെടുത്തിരുന്നു. മ്യാൻമർ ആർമിയുടെ റഖൈനിലെ വെസ്റ്റേൺ കമാൻഡിന്റെ പ്രവർത്തനങ്ങളുടെ താവളമായി കണക്കാക്കപ്പെടുന്ന മേഖലയാണ് ആൻ എന്ന് പറയുന്നത്. അതായത് റഖൈനിലെ മ്യാൻമർ സൈന്യമായ ടാറ്റ്മോഡോയുടെ വെസ്റ്റേൺ കമാൻഡ് ഓപ്പറേഷനുകളുടെ ബുദ്ധി കേന്ദ്രമായിരുന്നു ആൻ. ആൻ മേഖലയിലെ മ്യാൻമർ പട്ടാളം കീഴടങ്ങുന്ന ദൃശ്യങ്ങൾ അരാക്കൻ സൈന്യം തന്നെ പുറത്തുവിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ തന്ത്രപരമായ നേട്ടത്തിനൊപ്പം അരാക്കൻ സൈന്യം മൗണ്ട് ഡോയയുടെ നിയന്ത്രണവും ഏറ്റെടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് ഡോ തന്ത്രപ്രധാന മേഖലയാണ്. അങ്ങനെ മുഴുവൻ ബംഗ്ലാദേശ് അതിർത്തിയിലും അരാക്കൻ സൈന്യം ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അരാക്കൻ സൈന്യത്തിന്റെ സാവകാശത്തിലാണെങ്കിലുമുള്ള ഈ വളർച്ച അല്ലെങ്കിൽ ഈ മുന്നേറ്റം ഇന്ത്യക്കും വെല്ലുവിളിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. മ്യാൻമറിൽ ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് ഉൾപ്പെടെ അരാക്കൻ സൈന്യത്തിന്റെ പോരാട്ടം വെല്ലുവിളിയാണെന്നാണ് റിപ്പോർട്ട്. ഓയിൽ, ഗ്യാസ്, അടിസ്ഥാന വികസനം ഉൾപ്പെടെയുള്ള സുപ്രധാന മേഖലകളിൽ ഇന്ത്യക്ക് മ്യാൻമറിൽ നിക്ഷേപങ്ങളുണ്ട്. മ്യാൻമറിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇന്ത്യയുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം $740 മില്യൺ അധികമുള്ള നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുമുണ്ട്. ചുരുക്കത്തിൽ അരാക്കൻ സൈന്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ശക്തി ഇന്ത്യക്ക് ഒന്നിലധികം വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് നിക്ഷേപങ്ങൾ, പ്രാദേശിക സ്ഥിരത, മ്യാൻമറിലെ തന്ത്രപരമായ സംരംഭങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ. സജീവമായ നയതന്ത്ര ഇടപെടലും അതുപോലെ മ്യാൻമറിലെ നിക്ഷേപം സുരക്ഷിതമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിന് നിർണായകവുമാണ്. അതേസമയം അരാക്കൻ സൈന്യം മുന്നേറ്റം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ മ്യാൻമർ അതിർത്തിയായ മിസോറാമിലെ 510 കിലോമീറ്റർ ഭാഗത്ത് ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അതിർത്തിയുടെ ഇരുവശത്തുമായി 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ സഞ്ചാരത്തിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇരു രാജ്യങ്ങളിലേക്കും കടക്കാനായി അതിർത്തിക്ക് 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ബോർഡർ പാസ് ക്രമീകരണം നടപ്പിലാക്കിയിട്ടുമുണ്ട്.